ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 47-ാം വാക്യം, 1 തിമോഥെയോസ് 2:4 വാക്യം. ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. 1 തിമോഥെയോസ് 2:4. ഇന്ന് രാത്രിയിലെ സന്ദേശത്തിൻ്റെ ഒരു 2 ഭാഗം ആണ് നമ്മൾ ഈ വായിക്കപ്പെട്ട വാക്യങ്ങളിൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഇതിൻ്റെ പ്രാരംഭത്തിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം, 2ാമത് വായിച്ച വാക്യം, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യുന്നു? ഇച്ഛിക്കുന്നു. ആര്? സ്വർഗസ്വനായ നമ്മുടെ ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സന്ദേശത്തിൻ്റെ 2ാമത്തെ ഭാഗം നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ നിന്നാണ്. യജമാനൻ്റെ ഇഷ്ടമറിഞ്ഞ് ഒരുങ്ങുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ വിളിച്ചിരിക്കുന്നത് ഒരു ഗ്രേറ്റർ പർപ്പസിന് വേണ്ടിയാണ്, ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവം അവരെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അപ്പം ഈ 2 കാര്യങ്ങളെ ആസ്പദമാക്കി ഫോക്കസ് ചെയ്തായിരിക്കും ഇന്ന് രാത്രിയിൽ നമ്മൾ തിരുവചനത്തിലെ ശുശ്രൂഷയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ ദർശിക്കുന്ന സമയത്ത് ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ഒരു ഇൻഹറൻറ്റ് നേച്ചറുണ്ട്. അവർക്ക് ജീനിൽ നിന്ന് പകർന്നു കിട്ടപ്പെടുന്നതായ ചില സ്വഭാവ സവിശേഷതകൾ സകല ജീവജാലങ്ങൾക്കുമുണ്ട്. അവരുടെ മാതാവിൽ നിന്ന്, അവരുടെ പിതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായ ഗുണവിശേഷങ്ങൾ എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, എന്താണ്, അണ്ണാൻ കുഞ്ഞിനെ ആരും മരം കയറ്റം പഠിപ്പിക്കേണ്ട. കാരണം എന്താ? അതിൻ്റെ ജനറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ജീനിൽ കൂടി പകർന്നു കിട്ടിയിരിക്കുന്ന ഒരു ഗുണവിശേഷമാണ് മരം കയറുക എന്നുള്ളത്. മീനിനെ ആരും എന്ത് ചെയ്യാറില്ല? നീന്തൽ പഠിപ്പിക്കാറില്ല. അതേപോലെ ടൈഗർ, കടുവ, സിംഹം എന്നതിൻ്റെ കുഞ്ഞുങ്ങളെ കടിച്ചു കീറുന്നതിന് വേണ്ടി പരിശീലിപ്പിക്കാറില്ല. അതിൻ്റെ അമ്മ ചെയ്യുന്നത് മാംസകഷ്ണങ്ങൾ അതിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അതിൻ്റെ അമ്മ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് ബാക്കി കാര്യമെല്ലാം ഇത് തന്നെ എന്ത് ചെയ്തുകൊള്ളും. അതിന് കാരണം എന്താ? അവരുടെ ജീനിൽ കൂടി അവരുടെ മാതാവിൻ്റെ, പിതാവിൻ്റെ സ്വഭാവങ്ങൾ, ഗുണസവിശേഷതകൾ അവരിലേക്ക് പകർന്ന് കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ചിലതരം കടലാമകളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, അതിൻ്റേതായ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ, അത് ഈ മുട്ടയിടുന്നതായ സമയം വരുന്ന സമയത്ത് അത് കരയിലേക്ക് മീറ്ററുകൾ കടന്നു വന്നിട്ട് കുഴി കുഴിച്ചെന്ത് ചെയ്യും? അതിനകത്ത് മുട്ടയിട്ടിട്ട് അത് തിരികെ പോകും. ആ മുട്ട അവിടെ നിന്ന് വിരിഞ്ഞതിന് ശേഷമായിട്ട് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, വിരിഞ്ഞു കഴിയുമ്പോൾ ഈ കടലാമകളെ ആരും കടലിലേക്ക് ദിശ തിരിച്ചു വിടാറില്ല. കടലാമകളെ, ആമക്കുഞ്ഞുങ്ങളെ ഒരിക്കലും ആരും എന്ത് ചെയ്യാറില്ല? ഇതാണ് കടലിലേക്കുള്ള വഴി എന്നാരും പറഞ്ഞു കൊടുക്കാറില്ല. അത് പ്രകൃത്യ അതിൻ്റെ അകത്തുള്ളതായ ചില സവിശേഷതകൾ വെച്ച് അതിൻ്റേതായ ജീവിതത്തിൻ്റെ സാഹചര്യം, ജീവിതത്തിൻ്റെതായ ചുറ്റുപാടുകൾ തേടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യനിലും ചില ഇൻഹറൻറ്റ് നേച്ചറുകൾ നമ്മളിൽ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടി പൂർണ്ണമായിരുന്നു. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൃഷ്ടിയായിരുന്നു മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. യാതൊരു ഗുണവുമില്ലാത്ത, യാതൊരു ധാർമ്മിക സ്വഭാവത്തിന് വിഘ്നം വരാത്തതായ, പെർഫെക്റ്റായ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെയാണ് ദൈവം എവിടെയാക്കിയത്? ഏദൻ തോട്ടത്തിലാക്കിയത്. അവന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ ഇമേജ്, ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും വഹിച്ചവനായിരുന്നു മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ ആയിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെതായ കൽപ്പനകളെ മനസ്സാൽ അവർ തിരസ്കരിച്ചപ്പോൾ, ദൈവം ഏൽപ്പിച്ചതായ ആ കൽപ്പനകൾക്ക് വിഘ്നം വരുത്തിയപ്പോൾ, അനുസരണക്കേട് വരുത്തിയപ്പോൾ, ഇവരിലേക്കും ചില പാപത്തിൻ്റെ പ്രതിഫലനമായി ഉണ്ടായിട്ടുള്ള ചില നേച്ചറുകൾ മനുഷ്യനിലേക്കും എന്ത് ചെയ്തു? പ്രവേശിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഇൻഹറൻറ്റ് നേച്ചർ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തിന്മ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളിൽ ഉള്ളത്.
ഇപ്പോഴും നമ്മളിൽ എന്തുണ്ട്? ഒരാളെ കൊല്ലാനുള്ള കപ്പാസിറ്റി നമ്മളിലുണ്ട്. ഒരാളെ കൊല്ലാനുള്ള ഇമോഷൻസ് നമ്മുടെ അകത്തേക്ക് ഉള്ളടങ്ങിയിരിപ്പുണ്ട്. മോഷ്ടിക്കുന്നതിനുള്ള കപ്പാസിറ്റി നമ്മൾക്കുണ്ട്. ഗോസിപ്പ് പറയാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. മറ്റൊരാളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കപ്പാസിറ്റി നമ്മളിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളടങ്ങിയിരിക്കുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ പാപത്തിൻ്റെ ഫലമായിട്ട് നമ്മളിലേക്ക് പകർന്ന് കിട്ടപ്പെട്ടതായ ആ പാപത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ്. ചില സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സൊക്കെ പറയാറുണ്ട്, ആ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് അവൻ്റെ ചുറ്റുപാടുകളാണെന്നാണ്. അവനായിരിക്കുന്ന ഏത് മേഖലയാണോ, അവൻ വളർച്ചപ്പെടുന്ന ഏത് കുടുംബത്തിൻ്റെ സാഹചര്യമാണോ, ആ സാഹചര്യങ്ങൾ ഒരാളുടെ ജീവിതത്തെ എന്ത് ചെയ്യും? സ്വാധീനിക്കും. അവൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. അവൻ്റെ വളർച്ചയെ സ്വാധീനിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. അതിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ പോലും അതിനെ തിരസ്കരിക്കുകയല്ല. എന്നാൽ അതേ വ്യക്തി നല്ല മാതാപിതാക്കന്മാരാൽ ജനിക്കപ്പെട്ട, നല്ല വിദ്യാഭ്യാസം നൽകപ്പെട്ട നല്ല വ്യക്തി മറ്റൊരു സാഹചര്യത്തിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പഠിക്കപ്പെട്ടതായ മാതാവിൽ നിന്ന് പിതാവിൽ നിന്നും പകർന്നു കിട്ടപ്പെട്ട പല പാഠങ്ങളെയും അവൻ മറന്നിട്ട് അക്രമവാസന ഉള്ളവനായിട്ടും പലപ്പോഴും ക്രിമിനൽ വാസന ഉള്ളവനായിട്ടും അവൻ എന്ത് ചെയ്യാറുണ്ട്? തീരാറുണ്ട്. അതിന് കാരണം എന്താ? അവർ വളർത്തിയതിൻ്റെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ വളർത്തിയതിൻ്റെ ദൂഷ്യവശമല്ല അവൻ ഇങ്ങനെയായി പോകുന്നത്. അവൻ ഇങ്ങനെയായി പോകുന്നതിന് കാരണം അവൻ്റെ അകത്തുള്ളതായ പാപത്തിൻ്റെ ആ അംശമുള്ളത് കൊണ്ടാണ്. പാപം മൂലമായി അവനിൽ പകർന്നു നൽകപ്പെട്ടതായ കിട്ടപ്പെട്ടതായ ആ ഇൻഹറൻ്റ് നേച്ചറിൽ അവൻ ഉള്ളത് കൊണ്ടാണ് എല്ലാ മനുഷ്യരിലും ഇത്തരത്തിലുള്ളതായ തിന്മയുടെ വാസനകൾ അവനിൽ ഉൾക്കൊള്ളുന്നത് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ പ്യൂറസ്റ്റ് കണ്ടീഷനിൽ ദൈവം സൃഷ്ടിച്ചെങ്കിലും മനുഷ്യൻ പാപം ചെയ്തത് മൂലമായിട്ട് ധാർമ്മികമായി അവൻ അധംപതിച്ചു. സകല ചിന്മകളിലേക്കും അവൻ്റെ മനസ്സ് തിരിഞ്ഞതായിട്ട് നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. ദൈവത്തെക്കാൾ വലിയവനാകുന്നതിന് വേണ്ടി ദൈവം കൽപ്പിച്ചതായ കൽപ്പനകളെ തിരസ്കരിച്ച് എല്ലാവിധ ചിന്മകൾക്കും മുൻകൈ എടുക്കുന്നവരായിട്ട് മനുഷ്യൻ മാറുന്നതായി തിരുവചനത്തിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രത്തിൽ കൂടി നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. ഈ പാപപ്രകൃതം നമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെ വി തിങ്ക് സിൻഫുള്ളി. പാപത്തിൻ്റെ പ്രകൃതം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്നു. പാപത്തിൻ്റെ പ്രകൃതം അനുസരിച്ച് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നു. പാപത്തിൻ്റെ പ്രകൃതം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പല കാര്യങ്ങളും നമ്മൾ ചൂസ് ചെയ്യുന്നു. വി തിങ്ക് സിൻഫുള്ളി, വി ഫീൽ സിൻഫുള്ളി, വി ചൂസ് സിൻഫുള്ളി. പാപത്തിൻ്റെ പ്രകൃതം നമ്മളിലുള്ളത് കൊണ്ട് പാപത്തിൻ്റെ പ്രകൃതം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും പാപത്തിൻ്റെ പ്രകൃതം അനുസരിച്ച് നമ്മൾ സംസാരിക്കുകയും പാപത്തിൻ്റെ പ്രകൃതം അനുസരിച്ച് ഇമോഷൻസ് അനുസരിച്ച് നമ്മൾ ഫീലുകൾ ഉളവാകുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ പാപത്തിൻ്റെ പരിണിത ഫലമായി പ്രകൃത്യ മനുഷ്യരിലടങ്ങിയിരിക്കുന്ന സ്വഭാവത്തെ ഇവിടെ കാണാനായി കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം കാണുന്നു: ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അവിടെ നോക്കിയേ, പറയുന്ന കാര്യം ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും, അതായത് സത്യം എന്തെന്ന് അവർക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടും യാഥാർത്ഥ്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വരച്ച് കാട്ടപ്പെട്ടിട്ടും മനുഷ്യൻ എന്ത് ചെയ്യാണ്? മനുഷ്യരുടെ പ്രവൃത്തി എന്താണ്? ദോഷമുള്ളതാ. അവരുടെ മുമ്പിൽ സത്യം വരച്ച് കിട്ടപ്പെട്ടിട്ടുണ്ട്, വെളിച്ചം അവരുടെ മുമ്പിൽ നൽകപ്പെട്ടിട്ടുണ്ട്, ഏതാണ് സത്യം എന്നുള്ളതായ തിരിച്ചറിവ് അവർക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മനുഷ്യൻ പാപപ്രകൃതം ഉള്ളവനായതുകൊണ്ട് ഈ സത്യത്തെ അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ സത്യത്തെ അവൻ അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ സത്യത്തെ അവന് മനസ്സാൽ സ്വീകരിക്കുന്നതിന് വേണ്ടി അവന് കഴിയുന്നില്ല. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല? കൈക്കൊള്ളുന്നില്ല. അത് അവന് ഭോഷത്വമാകുന്നു. ആത്മികമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവൻ ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. അത് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുക: എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല? കൈക്കൊള്ളുന്നില്ല. കാരണം എന്താ?
അവൻ്റെ പ്രകൃതിയാലുള്ള നേച്ചർ അങ്ങനെയാ. ദൈവത്തോട് മത്സരിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാട്ടി അവൻ എന്ത് ചെയ്തത്? ഈ പാപത്തിലേക്ക് വീഴപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ദൈവാത്മാവിൻ്റെ ഉപദേശങ്ങൾക്കോ ദൈവവചനം വെളിപ്പെടുത്തി കൊടുക്കുന്നതായ സത്യങ്ങൾക്കോ കീഴടങ്ങുവാൻ, ആ ഉപദേശങ്ങളെ സത്യമെന്ന് വിശ്വസിക്കുവാൻ, ആ ഉപദേശങ്ങളെ മനസ്സാൽ സ്വീകരിക്കുവാൻ ആ പ്രാകൃത മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? ആ സ്വഭാവം അവനിൽ ഉള്ളത് കൊണ്ട് അവന് കഴിയുന്നില്ല എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഇങ്ങനെ പ്രകൃതിയാൽ, പാപപ്രകൃതത്താൽ ദൈവത്തിന് കീഴടങ്ങാൻ പറ്റാത്ത മനുഷ്യനെ ദൈവം തൻ്റെ ഒരു ഗ്രേറ്റർ പർപ്പസിന് വേണ്ടി വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയുന്നു. ഈ പാപപ്രകൃതം കൊണ്ട് തിന്മ മാത്രം അധിവസിക്കുന്ന, നന്മ ചെയ്യുവാൻ ഒട്ടും ചിന്തയില്ലാത്ത, നന്മ ചെയ്യുവാൻ ഒട്ടും സ്വഭാവത്തിൽ അങ്ങനെ ഒരു ജീനിൻ്റെ ഗുണമില്ലാത്ത ഈ മനുഷ്യനെ ദൈവത്തിൻ്റെ ഒരു ഗ്രേറ്റർ പർപ്പസിന് വേണ്ടി, ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പല വിധത്തിലുള്ളതായ ഇൻഹറൻ്റ് നേച്ചറുള്ള മൃഗങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല തരത്തിലുള്ള നേച്ചർ, സ്വഭാവ സവിശേഷതകൾ, ജീനിൻ്റെ ഗുണവിശേഷങ്ങൾ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവയിലുള്ള പല ജീവജാലങ്ങളെയും മെരുക്കിയെടുത്തിട്ടുണ്ട്. ആന കാട്ടിലെ വളരെ ശക്തനായ ഒരു മൃഗമാണെങ്കിലും അവൻ്റെ ആരോഗ്യം കൊണ്ടും അവൻ്റെ ആ ഭീകരത്വം കൊണ്ടും എല്ലാവരും വിറപ്പിച്ച് നിർത്തുന്നവനാണ് ആനയെങ്കിൽ പോലും മനുഷ്യൻ വെറും ഒരു തോട്ടി, ഒരു കമ്പിൻ്റെ ചെറിയൊരു കഷ്ണം വെച്ച് എന്ത് ചെയ്യാറുണ്ട്? അവനെ ദിശ തിരിച്ചു പോകാറുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാക്കി തീർക്കുന്നത്? അവനെ മെരുക്കിയെടുക്കുക. കാട്ടിലെ രാജാവായി വളരുന്ന സിംഹം, കാട്ടിലെ രാജാവ് നമ്മൾ പറയുന്ന സിംഹം പോലും എന്ത് ചെയ്യാറുണ്ട്? സർക്കസ് കൂടാരത്തിൽ ഒരു മനുഷ്യൻ പറയുന്ന ഓർഡറിനനുസരിച്ച് അവൻ ചാടാറുണ്ട്. അങ്ങനെ അവനെ ആക്കി തീർച്ചതിന് കാരണം എന്താണെന്നറിയാമോ? അവനെ മെരുക്കിയെടുത്ത്, ടേം ചെയ്തെടുത്ത് അതിൻ്റെ പിറകിൽ ഒരു വലിയ കഠിന പ്രയത്നം ചെയ്തത് മൂലമായിട്ടാണ് ഇപ്പോൾ അവൻ മനുഷ്യൻ്റെ ആജ്ഞകൾക്ക് അനുസരിക്കുന്നവനായി അവൻ തീരുന്നത്. അങ്ങനെ ആ ടേമിംഗ് പ്രോസസ്സിലൂടെയാണ് മനുഷ്യൻ നായകളെയും പൂച്ചകളെയും ഇങ്ങനെയുള്ള ജീവജാലങ്ങളെയും ഒക്കെ അവൻ മെരുക്കിയെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ശരീരം കൊണ്ടും അവരുടെ പ്രവർത്തികൾ കൊണ്ടും ഭീകരന്മാരായ ഇത്തരം ജീവജാലങ്ങളെ മനുഷ്യൻ അവനെ ടേം ചെയ്ത് അവൻ്റെ ഭവനത്തിൽ അവൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ഒന്നാക്കി അവൻ തീർക്കുമ്പോൾ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് തിരസ്കരിച്ച് ദൈവത്തെ അനുസരണക്കേട് കാട്ടി ദൈവത്തോട് ആ ചിന്മയോട് മുഖം തിരിഞ്ഞ് അതിനെ സ്വീകരിച്ച് നിൽക്കുന്ന മനുഷ്യനെ ദൈവം ഇങ്ങനെയുള്ള തൻ്റെ ദൗത്യത്തിന് വേണ്ടി, തൻ്റെ ആജ്ഞകളെ അനുസരിക്കുന്നതിന് വേണ്ടി, തൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ നിറവേറ്റുന്നതിന് വേണ്ടി അവനെയാണ് ദൈവം എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തത്. തിന്മയിൽ അധിവസിക്കുന്ന, പാപത്തിൽ അധിവസിക്കുന്ന മനുഷ്യനെ ദൈവം തൻ്റെ ദൗത്യത്തിന് വേണ്ടി ആ ദൈവം എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കുന്നതായി നമുക്ക് വചനത്തിൽ കാണാനായി കഴിയുന്നു. ദൈവത്തിന് കീഴടങ്ങാൻ കഴിയാത്ത പ്രാകൃത സ്വഭാവമുള്ള മനുഷ്യനെ ദൈവം തൻ്റെ പദ്ധതിക്കായി മെരുക്കിയെടുക്കുന്നു. ഒരു മനുഷ്യൻ എങ്ങനെ ജീവജാലങ്ങളെ, ആ മൃഗജാലങ്ങളെയൊക്കെ മെരുക്കിയെടുക്കുന്നുവോ അതേപോലെ ഒരു പ്രോസസ്സ് മനുഷ്യനിൽ ദൈവം എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും ചെയ്തെടുക്കാറുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് പലപ്പോഴും ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ദൈവത്തിൻ്റെ ഈ ടേമിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല. പലപ്പോഴും ഇത്തരമുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ തെറ്റുകൾ കൊണ്ടാണ്, കുറവുകൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം എന്നെ കൈവിട്ടതാണെന്നുള്ള ചിന്തകളിലേക്കൊക്കെ നമ്മൾ മാറിപ്പോകുന്നതായിട്ട് പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, യഥാർത്ഥമായി ദൈവവചനത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് കർത്താവ് നമ്മളെ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് എന്ന് ശോധന ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് തൻ്റെ ഗ്രേറ്റർ പർപ്പസിന് വേണ്ടി, കർത്താവ് നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നുവോ ആ ഒരു വിളിക്ക് വേണ്ടി നമ്മളെ മെരുക്കിയെടുക്കുകയാണ്. നമ്മളെ ഒന്ന് ശോധന ചെയ്ത് നമ്മളെ ഒന്ന് മെരുക്കിയെടുക്കുകയാണെന്നുള്ള സത്യം, യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. പ്രകൃത്യാൽ പാപസ്വഭാവമുള്ളതായ മനുഷ്യൻ അവൻ ജഡത്തിൽ വസിക്കുന്നവനാകൊണ്ട് ജഡമനുസരിച്ച് അവൻ ചിന്തിക്കുന്നു. അവൻ്റെ മനസ്സും ജഡവും ചേർന്നുള്ളതായ ചിന്തകളിലേക്ക് അവൻ നയിക്കപ്പെടുന്നു. അവിടെ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ജഡത്തിൻ്റെ ചിന്ത എന്താണ്? ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് എന്ത് ചെയ്യുന്നില്ല?
കീഴടങ്ങുന്നില്ല. ആരാ? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് വീണതിന് ശേഷമായി അവനെ നയിക്കുന്നത് അവൻ്റെ ജഡവും അവൻ്റെ മനസ്സും കൂടെ ചേർന്ന ആ ഒരു റൂളിംഗ് എന്താണ് പറയുക, ആ ഒരു കപ്പാസിറ്റി അവനെ നയിക്കുന്നത്. ആത്മാവ് നയിച്ചുകൊണ്ടിരുന്നത്, ആത്മാവ് നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആ മേഖല എന്ത് ചെയ്തു? അവിടെ നിന്ന് അവൻ വീണിട്ട് അവൻ്റെ ജഡവും അവൻ്റെ മനസ്സും കൂടായി അവനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അങ്ങനെയുള്ള മനുഷ്യൻ അവൻ്റെ ജഡത്തിനനുസരിച്ച് അവൻ ചിന്തിക്കുന്നത് കൊണ്ട് അവൻ്റെ ചിന്തകൾ മുഴുവൻ ദൈവത്തോട് ശത്രുത്വമായിട്ട് ദൈവത്തിന് എഗെയിൻസ്റ്റായി നിൽക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അവന് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. കാരണം എന്താ? നമ്മൾ വിചാരിക്കും, പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ഒരു എനിമി എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിൻ്റെ എനിമി എന്ന് പറഞ്ഞാൽ സാത്താനെയാണ് നമ്മൾ വെച്ചേക്കുന്നത്, അല്ലേ? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ സാത്താനെയാണ് ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് എനിമിയായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ സാത്താൻ പോലും ദൈവത്തിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് കീഴടങ്ങിയിരിക്കുന്നവനാണെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. ദൈവം ആജ്ഞ കൊടുക്കാതെ അവൻ ഒരു പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുന്നില്ല, ഒരാളുടെ പേരിൽ അവൻ കർത്തൃത്വം നടത്തുന്നില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ വചനം ഓർപ്പിക്കുന്ന കാര്യം, മനുഷ്യൻ അവൻ്റെ ജഡത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളും അവൻ്റെ ചിന്തകളും ആരോട് എഗൻസ്റ്റാണ്? enmity with God, ദൈവത്തോട് ശത്രുത്വമായി നിൽക്കുക. അവൻ്റെ ആ ജഡത്തിൻ്റെയും മനസ്സിൻ്റെയും ഗൂഢാലോചന മൂലമായി നടക്കുന്ന അവൻ്റെ ചിന്തകളും അവൻ്റെ പ്രവൃത്തികളും ദൈവത്തിന് ശത്രുവായി, ദൈവത്തിന് എഗെയിൻസ്റ്റായി നിൽക്കുന്നു എന്ന് തിരുവചനം നമ്മളെ കാണിക്കുന്നു. ഇതാണ് മനുഷ്യൻ്റെ സ്വാഭാവികമായ പാപ ശരീരത്തിൻ്റെ സ്ഥിതി. നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവാത്മാവ് എന്തുകൊണ്ട്, പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല? ഒരാൾ കിട്ടുന്നില്ല. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല? പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ഒരാളിലേക്ക് കടന്നു വരുന്നില്ല? പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് 1 ലിറ്റർ വാട്ടർ പോലെ ഒഴിച്ച് കിട്ടുന്ന ഒരു സാധനമല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് നിയന്ത്രണവും ആർക്ക് കൊടുക്കണം? പരിശുദ്ധാത്മാവിന് കൊടുത്തേ പറ്റൂ. അവിടെയാണ് നമുക്ക് കർത്താവിൻ്റെ ലോഡ്ഷിപ്പ് നമ്മൾ അംഗീകരിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്തുവാ സത്യത്തിൽ നടക്കുന്നത്? ഈ ജഡത്തിൻ്റെയും മനസ്സിൻ്റെയും ആ ഗൂഢാലോചന അവിടെ അവസാനിപ്പിച്ചിട്ട് എൻ്റെ ചിന്തകളും എൻ്റെ ജീവിതവും ആർക്ക് കൈമാറുകയാണ്? ദൈവത്തിന് കൈമാറുന്ന പ്രക്രിയയാണ് വീണ്ടും ജനനത്തിലൂടെ സംഭവിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. കാരണം എന്താ? പിന്നെയും നമ്മൾ നയിക്കപ്പെടുന്നത് ജഡത്തിലും മനസ്സിലും കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങാൻ കഴിയാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ പോലും, രക്ഷ യഥാർത്ഥമായി നമ്മൾ അനുഭവിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ പോലും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജഡവും നമ്മുടെ മനസ്സും എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഞാനത് അവിടെ അവസാനിപ്പിച്ചിട്ട് റോമാലേഖനം 3:10-11 വാക്യങ്ങളിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 11 വാക്യം, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. പ്രിയരെ, ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയപ്പോൾ എല്ലാ ദിവസവും വൈകിട്ടും യഹോവയായ ദൈവം എവിടെ വന്നിരുന്നു? മനുഷ്യനെ കാണുന്നതിന് വേണ്ടി, അവരുമായി കൂട്ടായ്മ ആചരിക്കുന്നതിന് വേണ്ടി ഏദൻ തോട്ടത്തിൽ കടന്നു വന്നിരുന്നു. എന്നാൽ പാപത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതായ കാര്യം, ദൈവത്തിൽ നിന്ന് എത്രത്തോളം ഓടിയകലാൻ പറ്റുമോ, ദൈവത്തിൽ നിന്ന് എത്രത്തോളം മറഞ്ഞിരിക്കാൻ കഴിയുമോ, ദൈവത്തിൻ്റെ മുന്നിൽ അകപ്പെടാതെ എത്രത്തോളം ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റുമോ, അതേ രീതിയിലേക്ക് മനുഷ്യൻ്റെ പാപ സ്വഭാവം അവനെ മാറ്റിയതായി കാണുന്നുണ്ട്. അവിടെയാണ് 11 വായിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. പ്രിയരെ, പലരുടെ സാക്ഷികളെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി കാലം കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യായിരുന്നു? അന്വേഷിച്ച് നടക്കുകയായിരുന്നു. സത്യത്തിൽ അതിലൊരു യാഥാർത്ഥ്യമില്ലെന്നുള്ളതാണ് ഒരു പച്ചയായ യാഥാർത്ഥ്യം. അതിന് കാരണം എന്താ? പലപ്പോഴും മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കുന്നത് എപ്പോഴാണ്? അവൻ്റെ ജീവിതത്തിലൊരു പ്രതിസന്ധി നേരിടുമ്പോഴാണ്. നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ, ഒരു വലിയ കടഭാരം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, തിരിച്ചടയ്ക്കാൻ പറ്റാതെ തൻ്റെ പരിശ്രമങ്ങൾ കൊണ്ട് ദൈവത്തെ ആ കടമടച്ചു തീർക്കാത്ത ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അന്വേഷിക്കും, എവിടുന്നാ ഒരു രക്ഷ?
വരുന്നത്, എങ്ങനെയാ അവൻ ഇതിൽ നിന്ന് കരകയറുന്നത്. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യും? അവൻ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് പോകും. ഇനി ഒരു രക്ഷയില്ല, മരണമാണ് മുന്നിൽ കാണുന്നതെന്നുള്ള ചിന്ത വന്നാൽ, രോഗം, അങ്ങനെ ഒരു രോഗാവസ്ഥയിലൂടെ മനുഷ്യൻ കടന്നുപോയാൽ അവൻ എന്ത് ചെയ്തിരിക്കും? അവൻ ദൈവത്തെ അന്വേഷിച്ചിരിക്കും. എനിക്കിതിൽ നിന്ന് വിടുതൽ നൽകുന്ന ഒരു ദൈവമുണ്ടോ, അതിൽ നിന്ന് എനിക്ക് മുക്തി നൽകുന്ന ഒരു ദൈവമുണ്ടോ എന്ന് എന്ത് ചെയ്യും? മനുഷ്യൻ അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതായി കാണാനായിട്ട് കഴിയുന്നുണ്ട്. രക്ഷപ്പെടില്ലെന്ന് ഉറപ്പുള്ളതായ ഇത്തരം സാഹചര്യങ്ങളിൽ അവൻ്റെ ആവശ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയും അവൻ്റെ ജഡത്തിൻ്റെ സുഖത്തിനു വേണ്ടിയും അവൻ്റേതായ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കപ്പെടേണ്ടതിനും വേണ്ടിയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായി ഒരുവൻ ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ ആരാണെന്ന ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്നുപെട്ടാൽ നമ്മൾ തികഞ്ഞ പരാജയമായിരിക്കും. നമ്മൾ അപ്പോഴേ അവിടെ വെച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അവസാനിപ്പിക്കും. ദൈവമാരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയാൽ, ഞാൻ ആരാണെന്നും ഞാൻ എത്തപ്പെട്ടിരിക്കുന്ന ആരുടെ മുമ്പിലാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിലേക്ക് ഉളവായി കഴിഞ്ഞാൽ, പ്രിയരെ, നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മൾ അവിടെ വെച്ച് അവസാനിപ്പിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കള്ളൻ ഒരിക്കലും പോലീസിനെ അന്വേഷിച്ച് എന്ത് ചെയ്യാറില്ല? പോകാറില്ല. ഒരിക്കലും പോലീസിനെ അന്വേഷിച്ച് പോകാറില്ല. പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ അവനെ ഒളിച്ചു പോകുന്നതിന് എന്ത് ചെയ്യത്തുള്ളൂ? ശ്രമിക്കത്തുള്ളൂ. അതേപോലെ തന്നെ പാപിയായ മനുഷ്യൻ അവൻ ദൈവത്തെ കണ്ടാൽ അവൻ ഓടി ഒളിക്കുന്നതിന് വേണ്ടിയേ ശ്രമിക്കത്തുള്ളൂ. പലരും ദൈവത്തെ അന്വേഷിക്കുന്നെന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണങ്ങളാണ്. അതുകൊണ്ടാണ് മതങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി, ഉദ്ദിഷ്ട കാര്യങ്ങളുടെ സാധ്യത്തിന് വേണ്ടി പല വിധത്തിലുള്ളതായ പ്രക്രിയകൾ എന്ത് ചെയ്യുന്നത്? അവർ അവതരിപ്പിച്ചു കൊടുക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിന് ഒന്ന് ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട കാര്യത്തിന്, നമ്മുടെ പത്രങ്ങളെടുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നും പറഞ്ഞ് പരസ്യങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട്. അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് അവർ ദൈവത്തെ അന്വേഷിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിൻ്റെ മുമ്പിലേക്ക് എത്തപ്പെട്ടതായ ചില വ്യക്തികളെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഏദനിൽ വെച്ച് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയ ആദാമും ഹവ്വയും, ദൈവത്തോട് പാപം ചെയ്ത ആദാമും ഹവ്വയും, യഹോവയായ ദൈവത്തിൻ്റെ കാലടി ശബ്ദം കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഒളിച്ചുകൊണ്ടു. ഇന്നലെ വരെ ദൈവത്തോട് ഫെലോഷിപ്പ് ആചരിച്ചിരുന്ന, ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ചിരുന്ന, ദൈവവുമായിട്ട് നല്ല സംസർഗമുണ്ടായിരുന്ന ആദാമിനും ഹവ്വയ്ക്കും ഇപ്പോൾ എന്തുകൊണ്ട് അവരുടെ കാലടികൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടുന്നില്ല? എന്തുകൊണ്ട് അവരുടെ കാലടികൾ പുറകോട്ട് വലിക്കപ്പെടുന്നു? എന്തുകൊണ്ട് അവർ ദൈവത്തെ കാണാതെ, ദൈവത്തിൻ്റെ മുമ്പിൽ തങ്ങളുടേതായ ആ മുഖത്തെ കാണിപ്പാൻ കഴിയാതെ അവർ നഗ്നരെന്നുള്ളതായ തിരിച്ചറിവ് അവർക്ക് ലഭിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയുക. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുക. യോബിനെ കുറിച്ചും നമ്മൾ കണ്ടതാ. യോബ് തൻ്റെ ജീവിതത്തിൽ നല്ല ഗുണവിശേഷങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ദൈവത്തിൽ നിന്ന് നല്ലവനായ, നീതിമാനായ, നന്മയുള്ള മനുഷ്യനെന്ന് സാക്ഷ്യം കേട്ടതായ വ്യക്തിയാണ് യോബ്. എന്നാൽ യോബിൻ്റെ പുസ്തകം അവസാന അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായി കഴിയുന്നത്, യോബ് പറയുന്നത്, ഞാൻ എൻ്റെ കേൾവി മാത്രമേ അങ്ങയെക്കുറിച്ച് എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങയെക്കുറിച്ചുള്ള കേൾവി അനുസരിച്ചാണ് ഞാൻ ഇതുവരെയും ജീവിച്ചത്. എൻ്റെ നീതിപ്രവർത്തികളും എൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തം ഞാൻ കേട്ട കേൾവിക്കനുസരിച്ച. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? നിന്നെ ഞാൻ എൻ്റെ കണ്ണാൽ കാണുന്നു. ആ കണ്ടു കഴിഞ്ഞപ്പോൾ യോബ് പറയുക, അങ്ങേ കണ്ടത് കൊണ്ട് ഞാനിപ്പോൾ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് തപിക്കുന്നു, രട്ടിലും വെണ്ണീറിലും ഇരുന്ന് നെടുവീർപ്പെടുകയാണ്. താൻ ഒന്നുമില്ലെന്നും ഇപ്പോൾ മരിച്ചാൽ മതിയെന്നും ഇനി ജീവിതം വേണ്ടെന്നുമുള്ളൊരു ആഗ്രഹത്തിലേക്ക് ആരെത്തിച്ചേർന്നു? യോബ് എത്തിച്ചേർന്നു. ആരെ കണ്ടപ്പോൾ? ദൈവത്തെ കണ്ടപ്പോൾ. ദൈവത്തെക്കുറിച്ചുള്ള കേൾവി അനുസരിച്ച് ജീവിച്ചപ്പോൾ തനിക്ക് എന്തൊക്കെയോ ചെയ്യാമെന്ന് തനിക്ക് തോന്നിപ്പോയി. താൻ എന്തൊക്കെയോ നീതിമാനാണെന്നുള്ള തോന്നലുകൾ തനിക്ക് തോന്നിപ്പോയി. എന്നാൽ ദൈവത്തെ സ്വന്തം കണ്ണാൽ അവൻ കണ്ടപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, അയ്യോ, ഞാനിപ്പോൾ പോയി ഇല്ലാതെയായിരുന്നു െങ്കിൽ നന്നായിരുന്നു എന്ന് യോബ് ചിന്തിക്കുന്നതായി കാണാനായി കഴിയുന്നു. യെശയ്യാവിൻ്റെ ദർശനത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ആദ്യത്തെ 5 അധ്യായങ്ങളിലും ജനത മുഴുവൻ കുറ്റം പറഞ്ഞ, എല്ലാവരും ചിന്മയിൽ നടക്കുന്നവരാണ്, പാപത്തിൽ നടക്കുന്നവരാണെന്നുള്ള പ്രവചന ശബ്ദം പ്രവചിച്ചു വെച്ച പ്രവാചകൻ 6-ാം അധ്യായത്തിൽ ഉസ്യാവ് മരിച്ചയാണ്ടിൽ സ്വർഗം തുറന്നിരിക്കുന്ന ദർശനം കണ്ടപ്പോൾ യെശയ്യാവ് പറയുന്നൊരു കാര്യം, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത
അതരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ, അവനും ദൈവത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാനൊരു മഹാപാപിയാണ്, മഹാ അശുദ്ധിയുള്ളതായൊരു മനുഷ്യനാണെന്ന് തിരിച്ചറിവിലേക്ക് എത്തപ്പെടുകയാണ്. പത്രോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടൊരു കാര്യം, ആ യേശു കർത്താവാണെന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ പത്രോസ് പറയുന്നു, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ, എന്നെ വിട്ടു പോകണമേ. വളരെ പരിശുദ്ധമായ ജീവിതം ജീവിച്ച രണ്ട് വ്യക്തികൾ, ഒന്ന് ദാനിയേൽ, രണ്ടാമത് പുതിയ നിയമത്തിലെ യോഹന്നാനെ നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. ദൈവത്തോട് വളരെ ആഴമായ ബന്ധത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ജീവിച്ച രണ്ട് വ്യക്തികളാണ്. എന്നാൽ അവരും ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കണം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആ ആ ആ ആ ആ ആ എങ്കിലും അവർക്ക് എന്ത് ചെയ്തു? ഒരു മഹാഭ്രമം പിടിച്ചു. ദാനിയേൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ്. ഈ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുമ്പോഴാണ് തനിക്കൊരു ദർശനമുണ്ടാകുന്ന, ഒരു മഹാദർശനം, ദൈവത്തിൻ്റെ ദർശനമുണ്ടാകുക. ആ ദർശനം കാണുന്ന സമയത്ത് കൂടെയുള്ളവർ ആ ദർശനം കണ്ടില്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്തു? ഭ്രമം പിടിച്ചു, ഒരു മഹാഭ്രമം പിടിച്ചു. അത് പിടിച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത ഭാഗം, അവർ ആ ഭ്രമം പിടിച്ചപ്പോൾ ഓടി ഒളിച്ചു. അവർ ദൈവത്തെ കണ്ടില്ല, അവർക്ക് ആ ദർശനം അവർ കണ്ടില്ല. പക്ഷേ ദാനിയേൽ പ്രവാചകൻ ആ ദർശനം കാണുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കൊരു മഹാഭ്രമം പിടിച്ചിട്ട് അവർ ഓടി ഒളിക്കുകയാണ്. അടുത്തത്, ആ ആ എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. ആ ആ ആ എന്നാൽ എൻ്റെ ബലവും എന്ത് ചെയ്തു? ഇല്ലാതെയായി. ദിവസങ്ങൾ ഉപവസിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന മനുഷ്യൻ, ദൈവത്തെ ആഗ്രഹിച്ചു ദൈവത്തെങ്കിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇതാ ദർശനത്തിൽ കർത്താവിനെ കാണുന്ന സമയത്ത് ദാനിയേൽ പ്രവാചകൻ പറയുക, എൻ്റെ ശേഷി മുഴുവൻ നഷ്ടപ്പെട്ടു, ഞാൻ ബലമില്ലാത്തവനായി തീർന്നു, എൻ്റെ മുഖശോഭ കുറഞ്ഞവനായി ഞാൻ കാണപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? ദൈവത്തോട് അടുത്തിരിക്കുന്ന ഭക്തനാണെങ്കിലും ദൈവത്തെ ദർശനത്തിൽ കണ്ടപ്പോൾ അവന് നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത വിധം ശക്തി കുറഞ്ഞവനായി നമുക്കവിടെ കാണുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ചതായ യോഹന്നാൻ ശിഷ്യനെ കാണാനായിട്ട് കഴിയുന്നു. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1-ന്റെ 15 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ മരിച്ചുയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ അവൻ ദർശനത്തിൽ കാണുകയാണ്. ആ ദർശനം ഒന്ന് വായിച്ചാട്ട്. ആ ആ ആ ആ നോക്കിയേ, അവനെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? യേശു കർത്താവ് സ്വർഗത്തിൻ്റെ ആ ഓമനകുമാരൻ ദേഹരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മാറിൽ ചാരിയിരുന്ന ഈ ശിഷ്യൻ ആ ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെ, യഥാർത്ഥതായ ആ രൂപത്തെ അവൻ ദർശനത്തിൽ കണ്ടപ്പോൾ സംഭവിക്കുന്നത്, ഞാൻ മരിച്ചവനെ പോലെ ആയിത്തീർന്നു. അവൻ മരിച്ചവനെ പോലെ ആയിത്തീർന്നു. അവൻ്റെ കാൽക്കൽ എന്ത് ചെയ്തു? ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനൊക്കെ അവസാനം മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ്. അല്ലെങ്കിൽ ഓരോരുത്തർ പറയണം, ഞാൻ ദൈവത്തെ അന്വേഷിച്ച് ഞാൻ കണ്ടെത്തിയില്ല എന്ന് പറയുന്ന മനുഷ്യർക്ക് അവരോട് മറുപടി പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ അന്വേഷിച്ച ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ദൈവമായിരുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു നിവർത്തി വരുത്തി തരുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ അന്വേഷിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തെ യഥാർത്ഥമായി എന്ത് ചെയ്യാൻ പറ്റാതിരുന്നത്? കാണാനായി കഴിയാതിരുന്നത്, കണ്ടെത്താൻ കഴിയാതിരുന്നത്. എന്നാൽ യഥാർത്ഥമായി ദൈവത്തെ കാണുന്നവൻ തിരിച്ചറിയുന്ന ഒരു കാര്യം, ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ ശക്തനല്ല. ഭക്തനാണെങ്കിലും
ദൈവത്തിൽ വിശ്വസിക്കാത്തവനാണെങ്കിലും ദൈവത്തോടടുത്താൽ, ദൈവത്തിൻ്റെ ദർശനം കണ്ടാൽ അവൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് കഴിവില്ലാത്തവനായി അവൻ തീരുമെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ പാപപ്രകൃതത്താൽ ദൈവത്തോടടുക്കാൻ കഴിയാത്ത ജനവിഭാഗം, മനുഷ്യരെല്ലാവരും പാപികളായി നിൽക്കുമ്പോൾ അവനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട ഫെലോഷിപ്പിലേക്ക്, കൂട്ടായ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയാതെ അവൻ വിഷണ്ണനായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെതായ ഒരു കാര്യപരിപാടി നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവനെ രക്ഷിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ, അവൻ്റെതായ ജഡത്തിൻ്റെയും മനസ്സിൻ്റെയും ചിന്താഗതിയിൽ ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ അതമ്പതിച്ചു നിൽക്കുമ്പോൾ, റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. 7-8 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാമോ? നല്ല ഗുണം ചെയ്യുന്നവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിക്കാൻ എന്ത് ചെയ്യും? നമുക്കൊരു നന്മ ചെയ്യുന്ന പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ രാജ്യത്തിന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ചിലരെയൊക്കെ രക്ഷിക്കുന്നതിന് അവർക്ക് വേണ്ടിയും ചിലരൊക്കെ എന്ത് ചെയ്യും? മരിക്കും. നീതിമാന് വേണ്ടി ചിലപ്പോൾ ചിലരൊക്കെ സാഹസങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ അടുത്ത വാക്യം വായിച്ചേ: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ എന്ത് ചെയ്തിരിക്കുന്നു? പ്രിയരെ, ഈ പാപിയായ മനുഷ്യൻ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങാൻ കഴിയാത്ത മനുഷ്യൻ, ജഡത്തിൽ വസിക്കുന്ന മനുഷ്യൻ, ദൈവത്തോട് ശത്രുത്വമായി നിൽക്കുന്ന മനുഷ്യൻ, അവനിൽ നിന്ന് യാതൊരു നന്മയും തിരികെ കിട്ടില്ലെന്ന് പ്രതീക്ഷയുള്ള ദൈവത്തിന് അവനെ തിരികെ കൊണ്ടുവന്നാലും അവൻ ദൈവത്തിന് ശത്രുവായി തന്നെ തീരാനുള്ള സാധ്യതയുണ്ടെന്ന് ദൈവം അറിഞ്ഞിട്ടും, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, യാതൊരു ഗുണത്തിനും വേണ്ടിയല്ല, യാതൊന്നും തിരികെ പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് തിരികെ പോകുവാൻ കഴിയത്തില്ലെന്ന് സ്വർഗം മനസ്സിലാക്കിയിട്ട്, അങ്ങനെ ആ നഷ്ടപ്പെട്ട ഫെലോഷിപ്പിലേക്ക്, കൂട്ടായ്മയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ മനുഷ്യൻ്റെ പ്രവർത്തികൾക്ക് സാധിക്കത്തില്ലെന്ന് സ്വർഗം മനസ്സിലാക്കിയിട്ട് സ്വർഗത്തിൻ്റെ ഓമനകുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ പുത്രനിലൂടെ അല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല? പിതാവിൻ്റെ അടുക്കലേക്ക് എത്തപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാനായി കഴിയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്തു? 3:16 തൻ്റെ ഏകജാതനായ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. നോക്കിയേ, ദൈവം എന്ത് ചെയ്തു? നമ്മുടെ ലോകത്തെ സ്നേഹിച്ചു. ആരാ ലോകത്തിലുള്ളത്? ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങാൻ കഴിയാത്ത മനുഷ്യൻ, ആ സത്യത്തെ സ്നേഹിക്കുവാൻ കഴിയാത്ത മനുഷ്യൻ, വെളിച്ചം ഈ ഭൂമിയിൽ വന്നിട്ടും വെളിച്ചത്തെ അനുസരിക്കാൻ കഴിയാതെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ അനുസരിക്കാൻ കഴിയാത്ത പാപപ്രകൃതമുള്ള മനുഷ്യനെ സ്നേഹിച്ചിട്ട് തൻ്റെ ഓമനകുമാരനെ ഭൂമിയിലേക്ക് അയച്ചു. 17-ാമത്തെ വാക്യം: ലോകത്തെ വിധിക്കുന്നതിന് വേണ്ടിയല്ല, ലോകം ആ പുത്രനിലൂടെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി? രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി. കാരണം എന്താ? മനുഷ്യൻ്റെ പ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണികൾ പോലെ നിൽക്കുന്നത് കൊണ്ട്, അവരെല്ലാവരും പാപികളായി നിൽക്കുന്നത് കൊണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരാൾക്ക് മറ്റൊരാളെ രക്ഷിപ്പാൻ കഴിയാതെ നിൽക്കുമ്പോൾ, ആർക്കും മറ്റൊരാളെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ, ഒരേ ഒരു വഴി മാത്രം സ്വർഗം തുറന്നു. ആ നഷ്ടപ്പെട്ട കൂട്ടായ്മയിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് സ്വർഗം അയച്ചു. അങ്ങനെ നഷ്ടപ്പെട്ട കൂട്ടായ്മ ദൈവം മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യൻ തോൽവിയായിട്ട് മണ്ണിൽ നിൽക്കുമ്പോൾ അവനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് അയച്ചതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പാട്ടിൻ്റെ ഈരടികൾ നമ്മൾ ഇപ്രകാരം കാണുന്നു: പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു താൻ എന്ത് ചെയ്തു? സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാസേവയും വിട്ടൻ പേർക്കായി. സ്വർഗസിംഹാസനം താതന്റെ മാർവതും
ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതി ഏറ്റി ഓ ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതി ടുവാനെന്തോരു സ്നേഹമി സാധുവയോർത്തു നീ സന്താപ സാഗരം തന്നിൽ വീണു എന്തോരു സ്നേഹമി സാധുവയോർത്തു നീ സന്താപ സാഗരം തന്നിൽ വീണു എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നീ നോമന പൈതലായി തീർക്കേണമേ എന്നെ എടുത്തു നീ എന്നെ എടുത്തു നീ നോമനം തീർക്കേണമേ പാപം പെരുകിയ സ്ഥാനത്തു കൃപയു ഏറ്റം പെരുകിയതാശ്ചര്യമേ പാപം പെരുകിയ സ്ഥാനത്തു കൃപയും ഏറ്റം പെരുകിയ ആശ്ചര്യമേ ഭാവിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൻ പുത്രൻ്റെ രാജ്യത്തിലായി പാപം പെരു സ്ഥാന ഏറ്റം പെരുകിയതാശ്ചര്യം ഓ പാപം പെരുകിയ സ്ഥാനത്തു കൃപയും ഏറ്റം പെരുകിയ ആശ്ചര്യമേ പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും പുത്രൻ ഓ പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും പുത്രൻ്റെ ഇതൊക്കെ കൊണ്ട് എന്താ സംഭവിക്കുന്ന അവസാനത്തെ വരി കൂടെ പാടി നിർത്താം കർത്താവു വേഗത്തിൽ വേഗങ്ങളിൽ കോടി ദൂതന്മാരാർപ്പുമായി വന്നിടുമ്പോൾ കർത്താവു വേഗത്തിൽ മേഘങ്ങളിൽ കോടി ദൂതന്മാരാർപ്പുമായി വന്നിടുമ്പോ എന്നിൽ കനിഞ്ഞെന്നെ മാർവോടാണ് ചെൻ്റെ സങ്കടം തീർക്കണം രക്ഷകനേ എന്നിൽ കനിഞ്ഞെൻ്റെ മാർവോടാണ് ചെൻ്റെ സങ്കടം തീർക്കണം രക്ഷകനേ ആമേ പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകനെന്നെ സ്നേഹിച്ചുതാൻ ജീവൻ വച്ചു പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകനെന്നെ സ്നേഹിച്ചുതാൻ ജീവൻ വെച്ചു. പ്രിയമുള്ളവരെ, 1 തിമോഥെയോസ് 2:4 നമ്മൾ പറഞ്ഞതുപോലെ ദൈവം സകല മനുഷ്യരും രക്ഷയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച ദൈവം മനുഷ്യൻ്റെ പ്രവൃത്തികളാൽ അവന് ദൈവച്ചെങ്കിലേക്ക് മടങ്ങി വരുവാൻ കഴിയില്ലെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് അവന് ദൈവച്ചെങ്കിലേക്ക് അടുക്കുന്നതിന് വേണ്ടി, ദൈവച്ചെങ്കിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയുള്ള പാതയും ആര് വെട്ടിയിട്ടു? സ്വർഗം തന്നെ വെട്ടിയിട്ടു. അതാണ് കാൽവരി കുരിശിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് 2-3 വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മൾ വളരെ വേഗത്തിൽ നിർത്താം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം കർത്താവ് അനുവദിച്ച 2-ാമത്തെ ഭാഗം, ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. കൃപയാലല്ലോ
നിങ്ങൾ വിശ്വാസം മൂലം എന്ത് ചെയ്തിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഏതിന് നിങ്ങൾ കാരണമല്ല, കൃപയാലല്ലോ, വിശ്വാസം മൂലം നിങ്ങളുടെ രക്ഷിക്കപ്പെട്ടു. ആ വിശ്വാസവും കൃപയാല. വായിച്ചേ. അതും ദൈവത്തിൻ്റെ ദാനം. വിശ്വസിക്കാൻ കാരണമായി തീർന്നതും ദൈവത്തിൻ്റെ ദാനമാ. വായിച്ചു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവർത്തികളും, ആരുടെയും പ്രവർത്തികളും എന്തല്ല, കാരണമല്ല. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും മറ്റൊരാൾക്ക് 1 തിമോഥെയോസ് 1:9-10 വാക്യങ്ങളും നമുക്ക് വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. മുമ്പേ നമ്മുടെ പഴയ പ്രകൃതിയെക്കുറിച്ച് പറയുക, നമ്മുടെ പാപപ്രകൃതിയെക്കുറിച്ച് പറയുക. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്ര എന്ത് ചെയ്തത്? രക്ഷിച്ചത്. 1 തിമോഥെയോസ് 1:9-10 വാക്യങ്ങൾ കൂടെ. രണ്ട് തിമോഥെയോസ് 1:9. സോറി. അവൻ നമ്മെ രക്ഷിക്കയാൽ നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും ദൈവത്തിന്റെ സ്വന്തം നിർണയത്തിന് കൃപയ്ക്കും അനുസരിച്ച് അത്രേ നമ്മൾ എന്ത് ചെയ്തത്? രക്ഷിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, മതങ്ങൾ പലപ്പോഴും പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് മോചനം കിട്ടുമെന്ന്. അത് മതത്തിൻ്റെ ഇഞ്ചക്ഷനാണ്. അങ്ങനെയായിരുന്നു കർത്താവ് കൽപ്പിച്ചിരുന്നതെങ്കിൽ, ഒരു 100 കിലോ ഭാരമുള്ളതായ വെയിറ്റ് എടുത്താൽ നിനക്ക് രക്ഷ തരാം, അല്ലെങ്കിൽ ഇത്രയും ദൂരം നീ ഓടി പാസ്സായാൽ നിനക്ക് രക്ഷ തരാമെന്ന് പ്രവൃത്തിയായിരുന്നു നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായിരുന്നെങ്കിൽ സ്വർഗത്തിന് ഇതിന് മേൽ യാതൊരു അവകാശവുമില്ല. നമ്മുടെ പ്രവർത്തികളാലാണ് ഞാൻ നേടിയെടുത്തതെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയും. എന്നാൽ മനുഷ്യൻ പാപപ്രകൃതം ഉള്ളതുകൊണ്ട് അവൻ്റെ പാപപ്രകൃതത്തിന് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങാതിരിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിക്കാൻ കഴിയാത്തയുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ, അവൻ്റെ പ്രവർത്തികളെല്ലാം കറപുരണ്ട തുണികൾ പോലെ നിൽക്കുന്ന സമയത്ത്, അവന് സ്വയമായി രക്ഷിപ്പാൻ കഴിയാതിരിക്കുന്ന സമയത്ത്, കർത്താവിൻ്റെ കൃപയും മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ പ്രീതിയും ഉദിച്ചപ്പോൾ അവൻ്റെ കൃപയാൽ നമുക്ക് രക്ഷിക്കപ്പെടുവാനുള്ളൊരവസരം, ഈ രക്ഷ നമുക്ക് കർത്താവ് ദാനമായി നൽകി തന്നു. അത് തന്നെയാണ് നമ്മൾ പാട്ടിൽ കൂടെ പാടിയത്. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു താൻ എന്ത് ചെയ്തു? ജീവൻ വെച്ചു. ആ പാപപരിഹാരത്തിൽ കൂടെ നമുക്ക് ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് രക്ഷ നൽകിയതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12:47 വാക്യത്തിൽ നമ്മൾ കാണുന്നു, യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ എന്ത് ചെയ്യും? അപ്പം ദൈവം നമ്മളെ കൃപയാൽ ഈ രക്ഷ നമുക്ക് ദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മളെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ, ആ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ വിളിച്ചു ചേർത്തിട്ടുണ്ടെങ്കിൽ, ആ യജമാനൻ്റെ തോട്ടത്തിലേക്ക് നമ്മളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ആ യജമാനൊരു പർപ്പസ്, ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് ആരെ ചേർത്തിരിക്കുന്നത്? നമ്മളെ എല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്നാൽ ആ ദൗത്യത്തെ നമ്മൾ മറന്നുപോയാൽ, ആ ദൗത്യത്തെ നമ്മൾ തിരസ്കരിച്ചാൽ, ദൈവം നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നുവോ, നമ്മളെ എന്തിനു വേണ്ടി അവളുടെ ശരീരമാകുന്ന സഭയിലേക്ക്
ചേർത്തിരിക്കുന്നുവോ എന്നുള്ള ദൗത്യം നമ്മൾ മറന്നുപോയാൽ വളരെ അടികൊള്ളേണ്ടതായിട്ട് വരും, വളരെ വേദനകൾ സഹിക്കേണ്ടതായിട്ട് വരുമെന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ കർത്താവ് വിളിച്ചത് നമ്മുടെ പ്രവൃത്തികളാൽ അല്ല എന്നുള്ളത് നമ്മൾ വചനത്തിൽ കൂടെ കണ്ടു. കർത്താവിൻ്റെ ഒരു സോവറിൻ പർപ്പസ്, സകലത്തിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഈ രക്ഷ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. ആ പരമാധികാരിയായ ദൈവത്തിൻ്റെ സോവറിൻ പർപ്പസിലേക്കാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നതെങ്കിലും ആ സോവറിൻ പർപ്പസിലേക്ക് കർത്താവ് വിളിക്കുമ്പോൾ നമ്മളെ തൻ്റെ ശരീരത്തിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? വിളിച്ചു ചേർത്തിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ കോൾ നമുക്ക് ലഭിച്ചത്, ആ ദൈവത്തിൻ്റെതായ വിളി നമുക്ക് ലഭിച്ചത് നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല, ക്രിസ്ത്യാനിയായ മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ടത് കൊണ്ടല്ല ഈ രക്ഷ നമ്മളിലേക്ക് സൗജന്യമായി കടന്നു വന്നത്, നമ്മുടെ പ്രവൃത്തികളുമല്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ ആരവകാശം കൊടുത്തു? ദൈവം അവകാശം കൊടുത്തു. അതിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 13-ാം വാക്യം: ആ ദൈവമക്കൾ ജനിച്ചത് എങ്ങനെയല്ല? രക്തത്തിൽ നിന്നല്ല. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളാൽ, മാതാവും പിതാവും ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ ദൈവവൈതലായതല്ല, രക്തത്തിൽ നിന്നല്ല. രണ്ടാമത്, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല. പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനം എടുത്തിട്ട് എന്ത് ചെയ്യാവൂ, നമ്മൾ ഈ ആലയം വിട്ട് പോകാറു. നമ്മുടെ ആവേശത്തിലാണത് പറയുന്നെങ്കിലും പ്രിയരെ, തീരുമാനങ്ങൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മുടെ ജഡത്തിൻ്റെ തീരുമാനങ്ങൾ കൊണ്ട് നമുക്ക് ദൈവ പൈതലായി തീരാനായിട്ട് കഴിയത്തില്ല. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പം ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടുന്നില്ല, ഞാൻ ക്രിസ്ത്യാനിയായി തീരുന്നില്ല. ഞാനൊരു തീരുമാനം എടുത്തത് കൊണ്ടും ഞാൻ എന്താവുന്നില്ല? ദൈവത്തിൻ്റെ മകനായി തീരുന്നില്ല. അടുത്ത ഭാഗം, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ആ ഭവനത്തിൻ്റെ ഗൃഹനാഥനാണ്. അപ്പോൾ ഗൃഹനാഥൻ തീരുമാനിക്കുക, നാളെ മുതൽ നമ്മൾ യേശുവിനെ അനുസരിക്കുകയാണ്, യേശുവിനെ അനുഗമിക്കുക എന്നുള്ള ആ ഒരു തീരുമാനം ആ വീട്ടിൻ്റെ ഗൃഹനാഥൻ എടുത്തതും കൊണ്ടല്ല ദൈവമക്കൾ എന്നുള്ളതായ പദവി ആർക്ക് ലഭിച്ചത്? നമുക്ക് ലഭിച്ചത്. അപ്പോൾ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ആര് ജനിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവമക്കൾ ജനിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ജനിച്ചിരിക്കുന്നത് എവിടെ നിന്നാ? ദൈവത്തിൽ നിന്നത്രേ ജനിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയരെ, ഒരാൾ രക്ഷയിലേക്ക് കടന്നു വരണമെങ്കിൽ അവൻ്റെ തീരുമാനങ്ങൾ കൊണ്ടോ അവൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങൾ കൊണ്ടോ ക്രൈസ്തവതയുടേതായ പാരമ്പര്യങ്ങൾ എടുത്തു കാണിച്ചാലോ അവനൊരു ദൈവ പൈതലായി തീരുവാൻ കഴിയത്തില്ല എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുക. ദൈവത്തിൻ്റെതായ ഒരു പ്രവൃത്തി ഒരു വ്യക്തിയിൽ നടന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായി അവനൊരു ദൈവ പൈതലായി തീരുന്നുള്ളൂ. ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് അടയ്ക്കാം. ഈ ഭാഗ്യകരമായ പദവി കർത്താവ് നമുക്ക് നൽകി, ദൈവമക്കൾ എന്നുള്ളതായ പദവി ദൈവം നമുക്ക് നൽകിയത് നമ്മുടെ പ്രവൃത്തികളാലല്ല, കർത്താവിൻ്റെ കൃപയാൽ എത്രേ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഇന്ന് രാത്രിയിൽ നമ്മൾ കണ്ടു. മനുഷ്യരൊക്കെ പ്രകൃതിയാൽ പാപസ്വഭാവമുള്ളവരാണ്, തിന്മയിലേക്ക് കൈനീട്ടാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. സകലവിധ ക്രിമിനൽ സ്വഭാവങ്ങളും അവനിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്വഭാവമുള്ളവനാണ് മനുഷ്യനെങ്കിൽ പോലും അവന് സ്വയമായി രക്ഷപ്പെടുവാൻ, നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുവാൻ അവന് കഴിയാതിരുന്ന സാഹചര്യത്തിൽ സ്വർഗം അവന് വേണ്ടി ഒരു വഴിയൊരുക്കി തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ്റെ രക്ഷയെ കർത്താവ് ഉറപ്പാക്കി. ആ നഷ്ടപ്പെട്ടു പോയ ഫെലോഷിപ്പിനെ കർത്താവ് എന്ത് ചെയ്തു? മടക്കി മനുഷ്യന് കൊടുത്തു. കർത്താവ് ഇന്നും എല്ലാവരെയും സ്നേഹത്തോടെ വിളിക്കുന്നുണ്ടെങ്കിലും, കർത്താവ് എല്ലാവരും ഇന്ന് ഈ രക്ഷയിലേക്ക് അവരെ ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും, പലർക്കും കടന്നു വരാൻ കഴിയാത്തതിൻ്റെ അവസ്ഥ അവൻ ജഡത്തിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ട്. വചനത്തിൽ നമ്മൾ വായിച്ചത്, ജഡത്തിൻ്റെ ചിന്ത എന്താണ്? ദൈവത്തോട് ശത്രുത്വമാകുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് അവന് കീഴടങ്ങുവാൻ കഴിയുന്നില്ല. ആത്മാവിൻ്റെ ആ ഒരു സ്പർശനത്തിന് അവന് കീഴടങ്ങി കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല. മനുഷ്യരങ്ങനെ ആയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് ആ കൃപയാൽ നമ്മൾ വിളിച്ചു വേർതിരിക്കപ്പെട്ടതുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ഉദിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി ദൈവമക്കൾ എന്നുള്ളതായ ആ പദവിക്ക് നമ്മൾ അർഹരായി തീർന്നത്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് പ്രകാരമാണ്, യജമാനൻ്റെ ഇഷ്ടം അനുസരിച്ച് ഒരുങ്ങാത്ത ദാസന് വളരെ അടികൊള്ളും. ദൈവം അങ്ങനെ ഒരു കൃപയാൽ നമ്മളെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ മേലും പ്രത്യേകമായ ഒരു ദൗത്യം ദൈവം ഭരമേൽപ്പിച്ചിട്ടാണ് തൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആ ദൗത്യത്തെ നമ്മൾ മറക്കുന്നവരായി തീരരുത്.